ഹായ് ഫ്രണ്ട്സ്, മെഫിൻ. അപ്പൊ നമ്മളെ അൽഗോറ സ്റ്റോറിന്റെ ബ്രാൻഡ് ബില്ലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ജേണിയാണ് പറയണത് നമ്മള്. അപ്പോൾ ഇതിൽ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാണ്ട് നമുക്ക് ഏത് ബിസിനസ്സിനും പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരില്ല. അപ്പോൾ മസ്റ്റ് ആയിട്ട് വേണം ബാങ്ക് അക്കൗണ്ട്. ചിലർ പറയും പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മേടിച്ചുകൂടെന്ന് ചോദിക്കും. പക്ഷെ ഇവിടെ UK കൃത്യമായ പ്രോട്ടോകോളുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മേടിക്കുന്നതിന് പല ലിമിറ്റേഷൻസ് ഉണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്. ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യം പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതുപോലെ തന്നെ കമ്പനി ഡീറ്റെയിൽസ്. ഇത് ഡോക്യുമെന്റ്സ് കയ്യിൽ വെക്കുക. അതിനുശേഷം നമ്മുടെ അഡ്രസ് ഹിസ്റ്ററി അവർ ചോദിക്കും. ഓക്കെ, അതിനുപരി നമുക്ക് ഏത് ബാങ്കാണ് ചൂസ് ചെയ്യേണ്ടത്. അത് എപ്പോഴും എല്ലാവരും കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്. നമ്മളൊരു സ്മോൾ ബിസിനസ് ആണ്, സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഒരു എന്താ പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ചാർജ് ഒന്നും ഇല്ലാത്തൊരു ബാങ്ക് ചൂസ് ചെയ്യണമായിരിക്കും എപ്പോഴും നല്ലത്. അപ്പൊ നമുക്ക് ഫേമസ് ബാങ്കുകളായിട്ടുള്ള HSBC, അതുപോലെ നാറ്റ്വെസ്റ്റ്, ലോയ്ഡ്സ് ബാങ്ക്, അതൊക്കെ നമുക്ക് സമീപിക്കാം. ഓക്കെ, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് കാർഡൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എത്തും, ക്രെഡിറ്റ് കാർഡിനൊക്കെ നമുക്ക് ലഭിക്കും. അതിലുപരി ഡിജിറ്റലായിട്ട് റൺ ചെയ്യുന്ന കുറേ ബാങ്കുകളുണ്ട്. ടൈഡ്, അതുപോലെ തന്നെ മോൺസോ, ഇതൊക്കെ ബിസിനസ് അക്കൗണ്ടുകളെ ഹെൽപ്പ് ചെയ്യുന്ന സർവീസുകളാണ്. അപ്പോൾ ഇതിലേതെങ്കിലും നമുക്ക് മസ്റ്റായിട്ട് ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് വേണം. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പൈസകൾ മേടിക്കാതിരിക്കുക. ഡയറക്റ്റ് സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് ബിസിനസ്സിന് വേണ്ടിയിട്ട് എപ്പോഴും കീപ്പ് ചെയ്യുക. രജിസ്ട്രേഷനൊക്കെ നമ്മുടെ അവസാനിച്ചു. അപ്പോൾ ഇനി നമുക്ക് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൊഡക്റ്റ് എങ്ങനെ പാക്ക് ചെയ്യാം, പ്രൊഡക്റ്റ് ഷിപ്പ് ചെയ്യാൻ ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി അടുത്ത സ്റ്റെപ്പിൽ അൽഗോറ സ്റ്റോറിൽ നമുക്ക് വരാൻ പോകുന്നത്.